ഞാൻ ആ സമരം മിക്കവാറും ദിവസം കണ്ട ഒരാളാണ്. അപ്പോൾ അവർ വളരെ ഡെമോക്രാറ്റിക് ആയിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. കാരണം ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ പാർട്ടി ഒരു സമരം നടത്തുമ്പോൾ അതിൻ്റെ മുമ്പിൽ വന്ന് വേറെ ആളുകൾക്ക് ഒരു സ്റ്റോള് കെട്ടി സമരം നടത്താൻ സാധാരണയിൽ ഞങ്ങൾക്ക് താല്പര്യം കാണില്ലല്ലോ, കോൺഗ്രസിനും കാണില്ല. പക്ഷേ CJP ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഇനിയും മാറിയിട്ടില്ല, ഒരു വളരെ ബോർഡായ ഒരു ഡെമോക്രാറ്റിക് ഫോറാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവരെല്ലാവരെയും പ്രത്യേകിച്ച് ലെഫ്റ്റ് സംഘടനകളൊക്കെ അവിടെ വന്ന് സമരം നടത്താൻ അനുവദിച്ചത്. പക്ഷെ അവരിപ്പോൾ ചർച്ചയ്ക്ക് ശേഷം ലെഫ്റ്റ് സംഘടനകളൊക്കെ പിന്തുണയായി എത്തി, ആ പിന്തുണ അവർ സ്വീകരിച്ചു, എല്ലാ നേതാക്കന്മാരെ അവിടേക്ക് വിളിച്ചു വരുത്തി. ഇരിക്കട്ടെ, ഞാൻ പറയുന്നൊരു കാര്യം, ചർച്ച നടത്തി CJP പൊതുവിൽ അതിനകത്ത് തൃപ്തിയാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. 3 കാര്യങ്ങൾ അവർ ഉന്നയിച്ചു, ആ 3 കാര്യങ്ങളും ഗവൺമെൻറ് അംഗീകരിച്ചു എന്നിടത്താണ് അത് അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ തുടർന്ന് പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവനയും അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയുടെ ഒരു അപ്പോളജിയും ഒക്കെ CJP ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല എന്നൊരു ചെറിയ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. കാരണം അവരാണ് പ്രധാനമായിട്ട് ഈ ചർച്ച JP നദ്ദയുമായിട്ട് ചർച്ച നടത്തി അത് ഒരു തീർപ്പിലെത്തിച്ചത്. മാത്രമല്ല, ഞങ്ങളെപ്പോലത്തെ പ്രസ്ഥാനങ്ങളാണ് ഇത്തരം സമരം നടത്തുന്നതെങ്കിൽ ഇങ്ങനെ നടത്താനുള്ള ഒരു പ്രയാസം വേറെ ഉണ്ട്. കാരണം ഞാൻ അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. നടത്തിയാൽ തന്നെയും ഗവൺമെൻറ് അത് കേൾക്കുമോ എന്ന പ്രശ്നമുണ്ട്. അതൊരു വേൾഡ് വൈഡ് ആയിരിക്കുന്ന ഒരു പുതിയ പ്രതിഭാസമാണ്. ഞാൻ മറ്റ് വശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അതുകൊണ്ട് നാളെ ഇപ്പോൾ നമ്മൾ ആരംഭിക്കുമ്പോൾ ഇപ്പോൾ KC വേണുഗോപാലിൻ്റെ ഒരു ശബ്ദം നിങ്ങൾ നേരത്തെ കേൾപ്പിച്ചു, രാഹുൽ ഗാന്ധി ഒരു കത്ത് എഴുതിയിരിക്കുന്നു. ഞങ്ങളെല്ലാം ഒരു അഭിപ്രായക്കാരാണ്, ഈ അട്രോസിറ്റീസിനെ കുറിച്ച് അന്വേഷണം വേണമെന്നുള്ളത്. പക്ഷേ CJP ആ കാര്യത്തിനകത്ത് എന്തൊരു നിലപാട് സ്വീകരിക്കുന്നു എന്നതുകൂടി വളരെ പ്രധാനമാണ്. കാരണം അവർ ഇതുവരെ നടന്ന ചർച്ചക്കകത്ത് സംതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാനൻ രാജിവെച്ചിരിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണത്. അതോടൊപ്പം തന്നെ നഷ്ടപരിഹാരത്തിൻ്റെ കാര്യത്തിനകത്ത് സാധ്യമായ അത്രയും ഒരു ധാരണയായിരിക്കുന്നു. പോസിബിളായിരിക്കുന്ന തരത്തിൽ കേസുകൾ ഒരു പോസിബിൾ എന്നുള്ള വാക്ക് അതിനകത്തുണ്ട്, കേസുകൾ പിൻവലിക്കാമെന്നും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിനെ തുടർന്ന് ഇനി ഫർദറായ ഒരു അപ്പോളജിയും കൂടെ വേണം അട്രോസിറ്റീസിൻ്റെ മുകളിൽ എന്ന് പറയുന്നത് CJP കൂടെ മുന്നോട്ട് വെക്കേണ്ട ഒരു ആവശ്യമായിട്ടാണ്. എന്തായാലും പ്രതിപക്ഷത് ഉന്നയിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് എനിക്ക് തുടക്കത്തിൽ പറയാനുള്ളത്. പിന്നെ ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗം നാളെ ചേർന്നുകൊണ്ട് രാവിലെയാണ് മറ്റു കാര്യങ്ങൾ ആലോചിക്കുക. രാമജന്മഭൂമി ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ തട്ടിപ്പ് മുതൽ എഥനോൾ മിക്സ്ചർ മുതൽ ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ ഇങ്ങനെ നിരനിരയായി കിടക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഈ പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും അതാണ് ഇന്ത്യയുടെ യുവതയുടെ മുന്നേറ്റം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് 40ഓളം പ്രതിപക്ഷ MP-മാരെ BJPയിലേക്ക് കൊണ്ടുപോകുന്നതിന് സാധിച്ചു. എങ്ങനെ പോയി എന്നൊന്നും ഇപ്പം ഞാനിവിടെ വിശദീകരിക്കണ്ട. പക്ഷേ ആ പോയവരൊക്കെ അപഹാസ്യരാകുന്ന തരത്തിൽ ഇന്ത്യയിൽ ജനങ്ങൾ സടകുടഞ്ഞ് എഴുന്നേൽക്കുന്ന കാലുമാറ്റമൊന്നുമല്ല രാഷ്ട്രീയത്തിൻ്റെ ഗവി നിർണ്ണയിക്കുന്നത് എന്നും ഈ ED ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കുറേ പേരെ ഭയപ്പെടുത്താൻ സാധിക്കും. പക്ഷേ പോരാടുന്ന ആളുകളെ അങ്ങനെ സാധിക്കില്ല എന്ന് തെളിയിക്കുന്ന വലിയൊരു മുന്നേറ്റമാണ് നടക്കുന്നത്. പ്രതിപക്ഷം യുണൈറ്റഡ് ആണ്. ചില ചെറിയ കാര്യങ്ങൾ DMK ഒക്കെ ആയി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഇഷ്യൂവിൻ്റെ മുമ്പിൽ എല്ലാവരും കൂടുതൽ യോജിക്കുമെന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്.